ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പ്ലസ് ടുവിന്റെ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ചാപ്റ്റർ നമ്പർ 4 ഡിറ്റർമിനൻസ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ തൊട്ട് മുൻപുള്ള പഠിച്ച ചാപ്റ്റർ ഏതാ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് വളരെയധികം ബന്ധമുള്ളതാണ്. അല്ലെങ്കിൽ മറ്റു രീതി പറഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമുക്ക് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. അവിടെ പഠിച്ച ചില കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ പഠിച്ച ഓപ്പറേഷൻസ് പലതും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയും വളരെ കാര്യമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച മെട്രിക്സ് എന്തായിരുന്നു? മെട്രിക്സ് എന്ന് പറയുന്നത് മെട്രിക്സ് ഒരു അറേഞ്ച്മെന്റ്സ് ആയിരുന്നു. നമ്പേഴ്സിന്റെയോ ഫംഗ്ഷൻസിന്റെയോ ഒക്കെ ഒരു അറേഞ്ച്മെന്റ്സ് ആയിരുന്നു എന്തെന്ന് പറയുന്നത് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിറ്റർമിനൻസ് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ്. കണ്ടു കഴിഞ്ഞാൽ മെട്രിക്സുമായിട്ട് വളരെയധികം സാമ്യം തോന്നുമെങ്കിലും മെട്രിക്സ് ഡിറ്റർമിനന്റ് രണ്ടും രണ്ട് കൺസെപ്റ്റുകളാണ്. മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു അറേഞ്ച്മെന്റ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. അത് റിയൽ നമ്പർ ആകാം, കോംപ്ലക്സ് നമ്പർ ആകാം, എന്ത് വേണമെങ്കിലും ആകാം, പക്ഷെ ഒരു പർട്ടിക്കുലർ നമ്പറാണ്. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ ഏതൊരു സ്ക്വയർ മെട്രിക്സുമായിട്ടും അസോസിയേറ്റ് ചെയ്ത ഒരു നമ്പർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അത് ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയും. ഒന്നുകൂടെ പറയാം, സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമേ നമുക്ക് അതിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡിറ്റർമിനന്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മെട്രിക്സ് ഒരു അറേഞ്ച്മെന്റ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഒരു നമ്പറാണ്. ആ വ്യത്യാസം മനസ്സിലായിക്കോണം. നമ്മൾ സാധാരണ നമ്പർ സിസ്റ്റത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ആ നമ്പറിന് തുല്യമായ ഒരു നമ്പറാണ് ശരിക്കും ഇവിടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. അപ്പോ ഓരോ സ്ക്വയർ മെട്രിക്സുമായിട്ടും റിലേറ്റ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ആ വാല്യൂ അതിനെയാണ് നമ്മൾ ആ മെട്രിക്സിന്റെ എന്ന് വിളിക്കുന്നത് ഡിറ്റർമിനന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്ക്വയർ മെട്രിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് ഡിറ്റർമിനന്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്കറിയാമല്ലോ. എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ കൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. എന്ന് പറയുന്ന ഓർഡറിലുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഓർഡർ എന്തോ ആയിക്കോട്ടെ. ആ സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഫംഗ്ഷൻ അതൊക്കെ പഠിച്ചായിരുന്നു. മോഡുലസ് ഫംഗ്ഷന്റെ ഒക്കെ സിമ്പിൾ ഇതുപോലെ ആയിരുന്നു അല്ലെ. പക്ഷെ ഇത് മോഡുലസ് ചെയ്യുന്നല്ല ഇവിടെ റീഡ് ചെയ്യുന്നത്. ഇവിടെ ഇത് റീഡ് ചെയ്യുന്നത് ഡിറ്റർമിനന്റ് എന്നാണ്. ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിലും ഡിനോട്ട് ചെയ്യാം. ഇങ്ങനെയും എഴുതാറുണ്ട്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു, ഒരു സ്ക്വയർ മെട്രിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു നമ്പർ, അതാണ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. ആ ഡിറ്റർമിനന്റിനെ ഡിനോട്ട് ചെയ്യുന്നത്, ഇപ്പൊ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ആ ഡിറ്റർമിനന്റ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. എങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് തന്നെ. ഓക്കെ, മറ്റൊരു രീതിയിലും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ചില കേസുകളിൽ നമ്മൾ ഡെൽറ്റ കൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഡിറ്റർമിനന്റിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഡിറ്റർമിനന്റ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഒരു സ്ക്വയർ മെട്രിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു നമ്പർ, അതാണ് ഡിറ്റർമിനന്റ്. ഓക്കെ, അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും നമ്പറിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഇതിനും വരും. അപ്പോ ഇനി എങ്ങനെയാണ് ഒരു മെട്രിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ഈ നമ്പർ കണ്ടുപിടിക്കുന്നത്? സ്വാഭാവികമായിട്ടും മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു അറേഞ്ച്മെന്റ് ആയിരുന്നു. അവിടെ കുറെ നമ്പേഴ്സുകളുടെ അല്ലെങ്കിൽ ഫംഗ്ഷൻസിന്റെ അറേഞ്ച്മെന്റ്സ് ആണെങ്കിൽ അവിടെ നിന്നും ഒരു നമ്പറിലേക്ക്, ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക് നമ്മൾ എങ്ങനെ വരും? അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഇപ്പോ നമുക്ക് സ്ക്വയർ മെട്രിക്സുകൾ ഓരോന്നും കൺസിഡർ ചെയ്യാം. അതില് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഫസ്റ്റ് ഓർഡർ സ്ക്വയർ മെട്രിക്സ്, ഓർഡർ 1 ആയിട്ടുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ഇപ്പൊ ഞാൻ എടുക്കാണ്. എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ഞാൻ എടുക്കുന്നു. 5 എന്ന് എടുക്കുന്നു. എങ്കിൽ ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് 5 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 5. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് -3 ആണെങ്കിൽ ഡിറ്റർമിനന്റ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് -3 which is equal to 3 എന്ന് നിങ്ങൾ എഴുതിയാൽ അത് തെറ്റാണ്. കാര്യം ഞാൻ പറഞ്ഞു, ഇത് മോഡുലസ് അല്ല, ഇത് ഡിറ്റർമിനന്റ് ആണ്. ഇത് നമുക്ക് കാണുമ്പോൾ മോഡുലസ് ആണെന്ന് തോന്നാനൊരു ടെൻഡൻസി ഉണ്ടാവും, പക്ഷെ അതല്ല, ഡിറ്റർമിനന്റ് ആണ്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് -3 തന്നെയാണ്. അപ്പൊ ജനറൽ ആയിട്ട് പറഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് എ ആണെങ്കിൽ, ഫസ്റ്റ് ഓർഡറിന്റെ കാര്യം പറഞ്ഞേക്കുന്നത് എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് എ ആണെങ്കിൽ
ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിമ്പിൾ ആയിട്ട് എ. ഓക്കെ ആണല്ലോ. അതിനകത്ത് ഇപ്പൊ ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് മാത്രം വരുന്നു എങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റും എന്ത് തന്നെയായിരിക്കും? ആ വാല്യൂ തന്നെയായിരിക്കും. ആ മെട്രിക്സിനകത്ത് വരുന്ന നമ്പർ ഏതാണോ അത് തന്നെയാണ് ഡിറ്റർമിനന്റ് വാല്യൂ. പിടി കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് ഓർഡറിലേക്ക് പോകും. സെക്കൻഡ് ഓർഡറിലേക്ക് പോകുമ്പോൾ അതും വലിയ പ്രയാസമുള്ളതൊന്നുമല്ല. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ ജനറൽ ആയിട്ട് ചൂസ് ചെയ്യുന്നു. എ ബി സി ഡി. അപ്പൊ ഇവിടെ നമ്പേഴ്സ് ഓർ ഫംഗ്ഷൻസ് അതായിരിക്കുമല്ലോ വരുന്നത്. എങ്കിൽ ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ മെട്രിക്സിന്റെ സിമ്പിൾ മാറി ഡിറ്റർമിനന്റ് സിമ്പിൾ വരും. എ ബി സി ഡി. ഞാൻ നേരത്തെ ഇട്ടതും അപ്പൊ ആ ഡിറ്റർമിനന്റ് സിമ്പിൾ ആയിരുന്നു, അല്ലാതെ മോഡുലസ് എന്നുള്ളതല്ല കേട്ടോ. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ പ്രോഡക്റ്റ് എ ഡി, എ ഇൻറ്റു ഡി മൈനസ് ബി ഇൻറ്റു സി. ഇതാണ് ഇതിന് കിട്ടുന്ന വാല്യൂ. എന്താണോ അതായിരിക്കും ഈ പറഞ്ഞ മെട്രിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിനന്റ് വാല്യൂ. നമുക്കൊരു എക്സാമ്പിൾ ഇട്ട് നോക്കാം. ഇപ്പോ വളരെ സിമ്പിൾ ആണ്. ഞാൻ 1 2 3 4 തന്നെ ഇടുന്നു. അല്ലെങ്കിൽ ഇപ്പോ 1 2 3 4 ഇതാണ് മെട്രിക്സ്. അപ്പോ ഇതിന്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് 1 2 3 4 ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതും? 1 into 4 minus 2 into 3 or 3 into 2. That is 4 minus 6 which is equal to minus 2. അപ്പൊ ഈ മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? -2. കിട്ടുന്നുണ്ടോ? അപ്പൊ ഈ പറഞ്ഞ ഇതൊരു മെട്രിക്സ് ഉണ്ട്, അറേഞ്ച്മെന്റ്സ് ആണ്. പക്ഷെ അതിന്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത്, അപ്പൊ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് -2. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യം മെയിൻ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോഡക്റ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നുണ്ട്? നോൺ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് സബ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും വലിയ പ്രയാസമാണ്. നമുക്ക് തേർഡ് ഓർഡറിലേക്ക് വരാം. അവിടെയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ, ശ്രദ്ധിച്ചു. ഞാനൊരു തേർഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് കൺസിഡർ ചെയ്യുന്നു. എ ഇസ് ഈക്വൽ ജനറൽ ആയിട്ട് അങ്ങ് എടുക്കാണ്. എ ബി സി പി ക്യു ആർ എക്സ് വൈ സെഡ്. എങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിനന്റ് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഡിറ്റർമിനന്റ് എ ഇസ് ഈക്വൽ ടു എ ബി സി പി ക്യു ആർ എക്സ് വൈ സെഡ്. ഓക്കെ ആണോ? ഇനി ഇതിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് പല രീതിയിൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിച്ചാലും ഒരൊറ്റ ആൻസറേ കിട്ടത്തുള്ളൂ. നോക്കാം നമുക്കിത് എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഞാൻ ആദ്യം ഫസ്റ്റ് റോ കൊണ്ട് ചെയ്യാം. ഫസ്റ്റ് റോ കൊണ്ട് ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ എങ്ങനെയാണ്? അപ്പൊ എക്സ്പാൻഷൻ അലോങ് ഫസ്റ്റ് റോ ഉപയോഗിച്ചോ കോളം ഉപയോഗിച്ചോ നമുക്ക് ചെയ്യാം. തൊട്ട് മുൻപും നമ്മൾ ചെയ്ത് അതൊക്കെ തന്നെയായിരുന്നു, പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷെ തേർഡ് ഓർഡർ മെട്രിക്സ് തൊട്ട് ഇനി അങ്ങോട്ട് വരുമ്പോൾ എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാം. അതിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ നമുക്കൊരു 6 രീതി, അതായത് ഈ 3 റോ കൊണ്ട് ചെയ്യാം, 3 കോളം കൊണ്ട് ചെയ്യാം. പക്ഷെ ഈ 6 രീതി ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. അതിലേതാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഒരു ബെറ്റർ ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് നമുക്കത് പിന്നെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് തന്നെ പറഞ്ഞു പോകും. അപ്പൊ ഫസ്റ്റ് റോ കൊണ്ട് എക്സ്പാൻഷൻ. ഫസ്റ്റ് റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി സി അല്ലേ? അപ്പോ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് നോക്കുന്നത്? ഡിറ്റർമിനന്റ് എ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് റോ കൊണ്ടുള്ള എക്സ്പാൻഷൻ. ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് എ ബി സി ആണോ? നമ്മൾ ആദ്യത്തെ എലമെന്റ് എടുത്തു എ. ഈ എ ഉൾപ്പെടുന്ന റോയും കോളവും നമ്മൾ അങ്ങ് എക്സ്ക്ലൂഡ് ചെയ്യുക. എ ഉൾപ്പെടുന്ന ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എലമെന്റ്സ് ഏതാ? ക്യു ആർ വൈ സെഡ് അല്ലേ? അതിന്റെ ഡിറ്റർമിനന്റ് ഏതാണ്? ക്യു ആർ വൈ സെഡ്. ഒരു സെക്കൻഡ് ഓർഡർ ഡിറ്റർമിനന്റ് നമ്മളൊക്കെ മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിനന്റ് വരെ നമ്മൾ പഠിച്ചായിരുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിഫറൻസ് എടുത്താൽ മതി അല്ലെ? മൈനസ് കഴിഞ്ഞത് നമ്മൾ ഫസ്റ്റ് എലമെന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. മൈനസ് ബി ഇൻറ്റു ബി ഉൾപ്പെടുന്ന റോയും കോളവും എക്സ്ക്ലൂഡ് ചെയ്യാം. ബി ഉൾപ്പെടുന്ന സെക്കൻഡ് കോളവും
ഫസ്റ്റ് റോയുമാണ്. അപ്പൊ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും എക്സ്ക്ലൂഡ് ചെയ്താൽ, അതായത് ഈ എലമെന്റ്സും അങ്ങ് ഒഴിവാക്കുന്നു. ബാക്കി പിന്നെ ഏതാക്കിയ പി ആർ എക്സ് ഇസഡ്, പി ആർ എക്സ് ഇസഡ് പ്ലസ്. ഇപ്പൊ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും വരുന്നത്. ഇനി എവിടെ മൈനസ് വരുന്നത് എവിടെ പ്ലസ് വരുന്നുള്ളത് ഞാനിത് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, അത് കഴിയുമ്പോൾ പറയാം. അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് റോ വെച്ച് എടുത്തപ്പോൾ ഫസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു, എ തന്നെ എടുത്തു. ദെൻ മൈനസ് ബി, അഗൈൻ പ്ലസ് എ. അത് ഇനി ഓൾട്ടർനേറ്റഡ് വന്നുകൊണ്ടേയിരിക്കും. ഇനി ഇതിനകത്ത് വരുന്ന വാല്യൂസ് നെഗറ്റീവ് പോസിറ്റീവ് നിങ്ങൾ അത് നോക്കണ്ട. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ ആ നമ്പേഴ്സിന് മുമ്പായിട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സി ഇൻറ്റു ബാക്കി അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കുമല്ലോ. സി ഉൾപ്പെടുന്ന റോയും കോളവും എക്സ്ക്ലൂഡ് ചെയ്യുന്നു. ഫസ്റ്റ് റോയും തേർഡ് കോളവും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്താൽ ബാക്കി എന്താ വരുന്നത്? പി ക്യൂ എക്സ് വൈ. പിടി കിട്ടുന്നുണ്ടോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ടോ ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പൊ എ ഇൻറ്റു ഇത് നമുക്ക് ചെയ്യാറിയാം. സെക്കൻഡ് ഓർഡർ എങ്ങനെ ചെയ്യുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ സബ്ട്രാക്ട് ചെയ്യല്ലേ. അപ്പോ ക്യൂ ഇസഡ് മൈനസ് ആർ വൈ മൈനസ് ബി ഇൻറ്റു പി ഇസഡ് മൈനസ് ആർ എക്സ് പ്ലസ് സി ഇൻറ്റു പി വൈ മൈനസ് ക്യൂ എക്സ്. ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം നമ്പേഴ്സ് അല്ലേ, നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു വാല്യൂവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. പിടി കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇതിപ്പോ നമുക്ക് ഫസ്റ്റ് റോ കൊണ്ടുള്ള എക്സ്പാൻഷനാണ് പറഞ്ഞത്. സെക്കൻഡ് റോ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? എക്സ്പാൻഷൻ എലോങ് സെക്കൻഡ് റോ. അപ്പൊ ഇതിനൊരു വാല്യൂ എടുത്ത് ചെയ്യേണ്ട രീതി മനസ്സിലായല്ലോ. സെക്കൻഡ് റോ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? സെക്കൻഡ് റോ കൊണ്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് റോ നോക്കി ഏതാണ്? പി ക്യു ആർ അല്ലേ. അപ്പോ നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? മൈനസ് പി ഇൻറ്റു. അതെങ്ങനെയാണ് മൈനസ് പി വന്നത്? ഇനി ഞാൻ പറയാം എവിടെ നമ്മൾ പോസിറ്റീവ് കൊടുക്കണം, എവിടെ നെഗറ്റീവ് കൊടുക്കണം. അതായത് നമ്മൾ ആ റോയിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന എലമെന്റ് ഏതാണോ അതിന്റെ പൊസിഷൻ നോക്കുക. ആ പൊസിഷൻ ഇപ്പൊ ഒരു ഐ ജെ എലമെന്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ മൈനസ് 1 ഐ പ്ലസ് ജെ നോക്കുക. മൈനസ് 1 ഐ പ്ലസ് ജെ അതിന്റെ വാല്യൂ എന്താണ്? അതേ ഇൻറ്റു എന്നാണ് വരുന്നത്. നിങ്ങൾക്ക് അത്രയൊന്നും പോകണ്ട, ഇത്രയും നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. ഐ പ്ലസ് ജെ ഇതാണ് ഇവിടെ എടുക്കുന്നത്. ഇതിപ്പം ഇതിന്റെ വാല്യൂ ഈവൻ ആണെങ്കിൽ ഇത് 1 വരും, ഓൺ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? -1 വരും അല്ലെ. -1 ഈവൻ നമ്പർ 1ഉം -1 ഓഡ് നമ്പർ -1ഉം ആണ്. അങ്ങനല്ലേ വരുന്നത്. അപ്പോ ഇവിടെയും അതേ കേസാണ്. നമ്മൾ ഈ പൊസിഷൻസ് ആഡ് ചെയ്യുമ്പോൾ ഓഡ് ആണെങ്കിൽ അവിടെ നെഗറ്റീവ് തുടങ്ങണം, ഈവൻ ആണെങ്കിൽ അവിടെ പോസിറ്റീവ് കൊടുക്കണം. അപ്പൊ നമ്മൾ തൊട്ട് മുൻപ് ആദ്യം പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് പിന്നെ പോസിറ്റീവ് എന്നല്ലയോ. ഇവിടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ A11, ഇവിടെയാണെങ്കിൽ A12, A13. നോക്കിയേ 1 + 1 2. അപ്പൊ അവിടെ പോസിറ്റീവ്. നമ്മൾ പോസിറ്റീവ് തുടങ്ങിയത് 1 + 2 3 ഓഡ് അല്ലേ, അപ്പൊ അവിടെ നെഗറ്റീവ് അല്ലേ വരുന്നത്. 1 + 3 4 ഈവൻ അല്ലേ, അവിടെ പോസിറ്റീവ്. അപ്പൊ അവിടെ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് അല്ലേ. ഇനി ഇതിന്റെ പൊസിഷൻ നോക്കിയേ 2 1 അല്ലേ. 2 എന്ന് പറയുമ്പോൾ 2 + 1 എന്താണ്? 3 ആണ്. അപ്പൊ അവിടെ എന്താണ് വരേണ്ടത്? ഓടാണ്. ഓട് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ്. അപ്പൊ മൈനസ് പി ഇൻറ്റു അതേ കാര്യം തന്നെ പി ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കുന്നു. അപ്പൊ ഫസ്റ്റ് കോളം സെക്കൻഡ് റോ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ബി സി വൈ ഇസഡ്, ബി സി വൈ ഇസഡ്. അടുത്തത് സ്വാഭാവികമായിട്ട് ഇത് നെഗറ്റീവ് വരുമ്പോൾ അടുത്ത പ്ലസ് ആണ് വരുന്നത്. കാര്യം അല്ലെ നോക്കിയ പൊസിഷൻ നോക്കിയാൽ 2 2 എലമെന്റ് അല്ലേ. 2 + 2 4 വരും. അപ്പോൾ പ്ലസ് ക്യൂ ഇൻറ്റു പറഞ്ഞേ അത് ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കുന്നു. ക്യൂ ഉൾപ്പെടുന്ന റോയും കോളം എന്ന് വെച്ചാൽ സെക്കൻഡ് റോ സെക്കൻഡ് കോളം കഴിഞ്ഞാൽ എന്താ വരുന്നത്? എ സി എക്സ് ഇസഡ് അല്ലെ. എ സി എക്സ് ഇസഡ്. അടുത്തത് മൈനസ് ആർ അല്ലേ വരുന്നത്. നോക്കിയേ അത് ഏതാ വരുന്നത്? 2 3 എലമെന്റ്. 2 3 എന്ന് വെച്ചാൽ 2 + 3 എന്ന് പറഞ്ഞാൽ 5 വരും. നോക്കണ്ട, നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ മൈനസ് ആർ ഇൻറ്റു ഉൾപ്പെടുന്ന റോയും കോളവും എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എ ബി എക്സ് വൈ അല്ലെ. എ ബി എക്സ് വൈ. ഓക്കെ, ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് പി ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ബി ഇസഡ് മൈനസ് സി വൈ പ്ലസ് ക്യൂ ഇൻറ്റു എ ഇസഡ് മൈനസ് സി എക്സ് മൈനസ് ആർ ഇൻറ്റു എ വൈ മൈനസ് ബി എക്സ്. ഓക്കെ, ചെയ്യുമ്പോൾ നമുക്ക് എന്തായി? ഇതിന്റെ ആൻസർ ആയി. പിടി കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരവും ആദ്യം കിട്ടിയ ഉത്തരവും എന്തായിരിക്കും? സെയിം ആയിരിക്കും.
അപ്പൊ നിങ്ങൾക്ക് ഈ തേർഡ് ഓർഡർ മെട്രിക്സ് ആണ് കൂടുതൽ വരുന്നത്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനായിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എലമെന്റ് ഇത് ഇത്ര എലമെന്റ്സ് ആണ് നമുക്ക് നെഗറ്റീവ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ സെക്കൻഡ് റോ കൊണ്ടോ സെക്കൻഡ് കോളം കൊണ്ടോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യം നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, അങ്ങനെയായിരിക്കും വരുന്നത്. ബാക്കി എല്ലാ കേസിലും ഇപ്പൊ ഫസ്റ്റ് റോയോ തേർഡ് റോയോ അല്ലെങ്കിൽ ഫസ്റ്റ് കോളമോ തേർഡ് കോളമോ ഒക്കെ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. പോസിറ്റീവ് വെച്ചാൽ ഫസ്റ്റ് എലമെന്റ് നെഗറ്റീവ് ആണെങ്കിൽ അത് തന്നെ എഴുതണം കേട്ടോ, അതിന് മാറ്റമൊന്നും വരത്തില്ല. അത് അതുപോലെ തന്നെ ഇവിടുത്തെ എയുടെ വാല്യൂ ഇപ്പൊ -1 ആണെങ്കിൽ -1 തന്നെ ഇട്ട് എഴുതണം, അതിന് മാറ്റമൊന്നും വരുത്തരുത്. അല്ലാതെ അതിനെ കയറി പോസിറ്റീവ് ആക്കിയൊന്നും ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഇതാണ് കണ്ടീഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള റോയും കൊണ്ടും കോളം കൊണ്ടും ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ എല്ലാം വാല്യൂ കറക്റ്റ് ഒരേ വാല്യൂ തന്നെയാണോ കിട്ടുന്നത് അറിയാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ സെക്കൻഡ് റോ കൊണ്ടല്ലേ ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് റോ കൊണ്ടും ചെയ്ത് നോക്കാം. തേർഡ് റോ കൊണ്ട് അപ്പൊ നിങ്ങൾ ഇത് ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആ എഴുതാൻ പറ്റുന്നത് നോക്കണം. അപ്പോ എക്സ്പാൻഷൻ എലോങ് ഇതാണ് തേർഡ് റോ തന്നെ എടുക്കുകയാണ് ഞാൻ. തേർഡ് റോ എന്ന് വെച്ചാൽ എക്സ് വൈ ഇസഡ് കൊണ്ടാണ് ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് ഉൾപ്പെടുന്ന റോയും കോളവും എക്സ്ക്ലൂഡ് ചെയ്തു. അപ്പൊ ഏതാ ഡിറ്റർമിനന്റ് ബി സി ക്യൂ ആർ അല്ലെ. അപ്പൊ എക്സ് വെച്ചാൽ പോസിറ്റീവ് അല്ലായിരുന്നു. കാര്യം എന്താ, തേർഡ് റോ ഫസ്റ്റ് കോളം 3 + 1 4 പോസിറ്റീവ് വരത്തുള്ളൂ. മൈനസ് അടുത്തത് വൈ ഇൻറ്റു പറഞ്ഞേ റോയും കോളവും പോയി കഴിഞ്ഞാൽ ബാക്കി ഏതാണ് വരുന്നത്, എ സി പി ആർ കറക്റ്റ് അല്ലേ. ദെൻ പ്ലസ് ഇസഡ് ഇൻറ്റു എ ബി പി ക്യൂ എ ബി പി ക്യൂ. ഓക്കെ, നമ്മള് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, എക്സ് ഇൻറ്റു ബി ആർ മൈനസ് സി ക്യൂ മൈനസ് വൈ ഇൻറ്റു എ ആർ മൈനസ് സി പി പ്ലസ് ആർ ഇൻറ്റു എ ക്യൂ മൈനസ് ബി പി. ഓക്കെ, ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. നമ്മൾ ഫസ്റ്റ് റോ കൊണ്ടും സെക്കൻഡ് റോ കൊണ്ടും തേർഡ് റോ കൊണ്ടും ചെയ്തപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം തോന്നും, പക്ഷെ ഇത് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് റോ കൊണ്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് കോളം കൊണ്ട് വേണമെങ്കിലും ചെയ്യാം. കോളം കൊണ്ട് നമുക്ക് ചെയ്യാം. ഞാൻ പറയാൻ വന്ന കാര്യം, നമ്മൾ ഇത് ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് ഇനി എഴുതണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ഡിറ്റർമിനന്റ് ഇങ്ങോട്ട് പോകാം, പക്ഷെ അത് കുറച്ച് എഴുതി ശീലിച്ചിട്ട് മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എ ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളം നമ്മുടെ മനസ്സിലങ്ങ് ഒഴിവാക്കി ബാക്കി ക്യൂ ഇസഡ് മൈനസ് ആർ വൈ. ഓക്കെ, ബി ഉൾപ്പെടുന്ന റോ അടുത്ത മൈനസ് ബി ഇൻറ്റു ബി ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കിയിട്ട് പി ഇസഡ് മൈനസ് ആർ എക്സ് പ്ലസ് സി ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കിയിട്ട് പി വൈ മൈനസ് ക്യൂ എക്സ്. അങ്ങനെ ചെയ്ത് ശീലിക്കണം. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പെട്ടെന്ന്. പിന്നെ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടുന്നവർ എന്ത് ചെയ്യും, ആ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുള്ള ഡിഫറൻസും കൂടെ നാളെ എന്ത് ചെയ്യും, മനസ്സിൽ ചെയ്തു പോകുന്നവരുണ്ട്. അത് നിങ്ങൾ കുറച്ചും കൂടെ കാൽക്കുലേഷൻ സ്കില്ല് നിങ്ങൾക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഒഴിക്കുക. അപ്പൊ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്ന് എഴുതാൻ നോക്കുക. ഇതും നിങ്ങൾക്ക് ഒഴിവാക്കി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാര്യം നമുക്ക് എക്സാമിന് എപ്പോഴും നമുക്ക് സ്പീഡ് ഒരു വലിയ കാര്യമാണ്. പക്ഷെ സ്പീഡിനൊപ്പം നമ്മുടെ ആക്യുറസിക്കും കൂടെ ഇമ്പോർട്ടന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ സ്പീഡ് കൂട്ടിയിട്ട് നമ്മുടെ ആൻസർ തെറ്റിക്കരുതും ചെയ്യരുത്. ഓക്കെ ആണല്ലോ. അപ്പോ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് കോളം കൊണ്ടുള്ള എക്സ്പാൻഷൻ ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഞാൻ കോളം കൊണ്ടുള്ള എക്സ്പാൻഷനും കൂടെ ഞാൻ ഒരെണ്ണം ഞാൻ ഇതേ ഫോമിൽ എഴുതുന്നു, ബാക്കി ഇതില്ലത് എഴുതുന്നു. ഞാൻ ഫസ്റ്റ് കോളം കൊണ്ട് ചെയ്യാമോ. അപ്പോ എക്സ്പാൻഷൻ എലോങ് ഫസ്റ്റ് കോളം. ഓക്കെ, നോക്കിക്കോളാം. എ പി എക്സ് അതല്ലേ ഫസ്റ്റ് കോളം. സ്വാഭാവികമായിട്ട് ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, പോസിറ്റീവ് അങ്ങനല്ലേ വരുന്നത്. കാര്യം വെച്ചാൽ ഇവിടെ 1 1 ഇത് 2 1 3 1 1 1 ആവുമ്പോ 1 + 1 2. അപ്പോ ഈ ഓഡാണ് പോസിറ്റീവ്, 2 + 1 3 ഈവൻ ആണ്. ദെൻ 3 + 1 സോറി 3 ഇവിടെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓഡ് വരും, നെഗറ്റീവ് വരും. ഇവിടെ ആണെങ്കിൽ ഈവൻ വരും, പോസിറ്റീവ് വരും. ഓക്കെ ആണല്ലോ. ശരി, ഓക്കെ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു എങ്ങനെയാ വരുന്നത്, എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ക്യൂ ആർ വൈ ഇസഡ് മൈനസ് പി ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളവും പോയി കഴിഞ്ഞാൽ ബാക്കി ബി സി ദെൻ വൈ ഇസഡ് അല്ലെ. പി ആകുമ്പോ ബി സി വൈ ഇസഡ് പ്ലസ് എക്സ് ഇൻറ്റു റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ ബി സി ക്യൂ ആർ. ദെൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക, എ ഇൻറ്റു ക്യൂ ഇസഡ് മൈനസ് ആർ വൈ
മൈനസ് പി ഇൻറ്റു ബി സെഡ് മൈനസ് സി വൈ പ്ലസ് എക്സ് ഇൻറ്റു ബി ആർ മൈനസ് സി ക്യു ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് ഇതിന്റെ ആ വാല്യൂ, ഒരു പർട്ടിക്കുലർ നമ്പർ, അത് ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് സെക്കൻഡ് കോളം കൊണ്ടല്ലേ ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കോളം കൊണ്ടാണ് ചെയ്തത് അല്ലെ. അപ്പൊ സെക്കൻഡ് കോളം കൊണ്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. സെക്കൻഡ് കോളം കൊണ്ടാവുമ്പോ സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ ബി ക്യൂ വൈ അല്ലേ. ഇതിൽ ബി നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ്, അങ്ങനെ തുടങ്ങണേ. അപ്പൊ മൈനസ് ബി ഇൻറ്റു എന്ന് പറയുമ്പോൾ ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാമല്ലോ, അതായത് ബി ഉൾപ്പെടുന്ന റോ ഇത്, കോളം ഇത്, പിന്നെ എലമെന്റ്സ് ഏതൊക്കെയാ? പി ആർ എക്സ് ഇസഡ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? പി ഇൻറ്റു ഇസഡ്, ദാറ്റ് ഈസ് പി ഇസഡ് മൈനസ് ആർ ഇൻറ്റു എക്സ് ആർ എക്സ് പ്ലസ് അടുത്ത് ക്യൂ അല്ലേ വരുന്നത്, ക്യൂ ഇൻറ്റു ഉൾപ്പെടുന്ന റോയും കോളവും ബാക്കി എ ഇസഡ് അല്ലെ, എ സി എക്സ് ഇസഡ് എന്നാ വരുന്നത്. അപ്പൊ എങ്ങനെ എഴുതും? എ ഇസഡ് മൈനസ് സി എക്സ് മൈനസ് അടുത്തതോ ബി ക്യൂ, അടുത്ത വൈ അല്ലേ, മൈനസ് വൈ ഇൻറ്റു എങ്ങനെ വരും? വൈ ആവുമ്പോ റോ ഇത് പോയി, കോളം ഇത് പോയി, ബാക്കി എ സി പി ആർ ആണ്. അപ്പോൾ എ ആർ മൈനസ് പി സി. ഓക്കെ, ചെയ്തു വരുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് തേർഡ് കോളം. ഇനി അതുകൂടെ അല്ലാവളോ, അതുകൂടെ അങ്ങ് ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ തേർഡ് കോളം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ വരും? അത് ഞാൻ ഈ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസർ എഴുതാണ്. ചെയ്യുമ്പോ തേർഡ് കോളം അല്ലെ, തേർഡ് കോളം എന്ന് പറയുമ്പോൾ ഇതല്ലേ. അപ്പൊ ആദ്യം എന്ത് വരും? തേർഡ് കോളം സി അല്ലേ, സി ഇൻറ്റു റോയും കോളവും പോയി കഴിഞ്ഞാൽ ബാക്കി ഏതാ വരുന്നത്? പി ക്യൂ എക്സ് വൈ ആണ്. അപ്പൊ എങ്ങനെ എഴുതും? പി വൈ മൈനസ് ക്യൂ എക്സ്. അടുത്തത് മൈനസ് ആർ അല്ലേ വരുന്നത്, കാര്യം ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, അങ്ങനെ വരുന്നത്. അപ്പൊ മൈനസ് ആർ ഇൻറ്റു റോയും കോളവും പോയി കഴിഞ്ഞാൽ ബാക്കി എ ബി എക്സ് വൈ ആണ്. അപ്പൊ എങ്ങനെ എഴുതും? എ വൈ മൈനസ് ബി എക്സ് അല്ലെ, എ ബി എക്സ് വൈ ആണ്. അപ്പൊ എ വൈ ബി എക്സ്. അടുത്ത സി ആർ, അടുത്ത എന്ത് ചെയ്യുന്നുണ്ട്? പ്ലസ് ഇസഡ് ഇൻറ്റു ഇസഡ് ഉൾപ്പെടുന്ന റോയും കോളവും ബാക്കി എ ബി പി ക്യൂ ആണ്. എ ക്യൂ മൈനസ് ബി പി, എ ക്യൂ മൈനസ് ബി പി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ആൻസർ. ഇപ്പൊ നമ്മൾ വ്യത്യസ്തമായ 6 രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? ഡിറ്റർമിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. നിങ്ങൾ നമ്പേഴ്സ് ഇട്ട് നോക്കുക. ഈ 6 രീതിയിൽ നിങ്ങൾ ഏത് രീതിയിൽ കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഫൈനൽ റിസൾട്ട് ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിറ്റർമിന്റ് വാല്യൂ, ആ നമ്പർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെയാണോ കിട്ടുന്നത്? നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് വെച്ചിട്ടോ ഒരു റോയോ കോളോ ഒക്കെ വെച്ച് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇത് കറക്റ്റ് ആയിട്ടാണോ കിട്ടുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് ഡിറ്റർമിന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിലെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് കുറെ പ്രൂഫുകളാണ് ഈ സെക്ഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഉണ്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനും പിന്നെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനൊക്കെയുള്ള കുറെ സെക്ഷൻസ് ഉണ്ട്. ഇതും അത്യാവശ്യം നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്യാനുള്ള സെക്ഷൻ തന്നെയാണ്. അപ്പം താരതമ്യേന എളുപ്പമുള്ള ചാപ്റ്ററുമാണ്. മെട്രിക്സ് പോലെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഡിറ്റർമിൻ എന്ന ചാപ്റ്ററും ഇതിന്റെ ബേസിക് ഐഡിയാസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിലേക്ക് കൊണ്ടുവരാം. പിന്നെ മെട്രിക്സിനേക്കാൾ കുറച്ചും കൂടെ പ്രൂഫ് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൂവ് ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ജസ്റ്റ് ഒരു 1 3 -1 5 0 3 0 0 4. ഇതാണ് ഒരു മെട്രിക്സ്. ഓക്കെ, ഇവിടെ ഞാൻ ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കുകയാണ്. നോക്കുക, ഞാൻ ഫസ്റ്റ് റോ ഉപയോഗിച്ച് ചെയ്യും. ഫസ്റ്റ് റോ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റെപ്പ് എല്ലാം എഴുതി ചെയ്യാം. 1 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 0 3 0 4 -3 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളവും പോയി കഴിഞ്ഞാൽ ബാക്കി 5 3 0 4 ദെൻ പ്ലസ് പിന്നെ വരുന്ന -1 ആണ് അല്ലെ. ശരിക്കും ഇതപ്പോ ഇത് രണ്ടോട് ചേർന്ന് ഇവിടെ എന്ത് വരും? മൈനസ് വരും. ഞാൻ അതാ പറഞ്ഞത്, നമ്പർ നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് നിങ്ങൾ ചിന്തിച്ചോളാം. -1 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളവും പോയി കഴിഞ്ഞാൽ 5 0 0 0. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. നോക്കാം എന്ത് കിട്ടും? 1 ഇൻറ്റു എന്ത് കിട്ടും? 0 -0
മൈനസ് 3 ഇൻറ്റു 20 മൈനസ് 0. ഇവിടെ മൈനസ് 1 ഇൻറ്റു 0 മൈനസ് 0. എന്ത് കിട്ടും നമുക്കിവിടെ ചെയ്യുമ്പോൾ? ഇതാവുമ്പോൾ 0 മൈനസ് 3 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുന്നത്? മൈനസ് 60 അല്ലെ? 20 മൈനസ് 0 0 ആണ്. 3 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 6 മൈനസ് 60. ഇവിടെ എന്ത് കിട്ടും? ഇവിടെയും 0 മൈനസ് 0. ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് മൈനസ് 60. ഓക്കെ ആണോ? ശരി, അടുത്തത് നമ്മള് ചെയ്യാൻ വരുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഫസ്റ്റ് റോ കൊണ്ടല്ലേ ചെയ്തത്, നമുക്ക് തേർഡ് റോ കൊണ്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ മൈനസ് 60 ആണ് വാല്യൂ, നിങ്ങൾ നോർത്തിരിക്കുക. തേർഡ് റോ കൊണ്ട് ചെയ്യും. തേർഡ് റോ ചെയ്തല്ലേ? അപ്പൊ ഞാൻ ഡിറ്റർമിന്റ് എ വെച്ചെടുത്ത് നോക്കുന്നു. ഡിറ്റർമിന്റ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിന്റ് ഓഫ്, നമ്മൾ അത് എഴുതണം കേട്ടോ. 1 3 മൈനസ് 1 5 0 3 0 0 4. ഞാൻ ആദ്യത്തെ കേസിൽ ഇത് എഴുതിയില്ലായിരുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ അതുകൂടെ എഴുതിയേ ചെയ്യാവൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? തേർഡ് റോ കൊണ്ടാണ് ചെയ്യുന്നത്. തേർഡ് റോ കൊണ്ട് ഞാനിപ്പോ എല്ലാ സ്റ്റെപ്പും ഒന്നും എഴുതുന്നില്ല. ഫസ്റ്റ് 0 ഇൻറ്റു ഓക്കെ, അത് ഉൾപ്പെടുന്ന റോയും കോളവും പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 9 മൈനസ് 0 അല്ലെങ്കിൽ പ്ലസ് 0 എന്തായാലും കുഴപ്പമില്ല അല്ലെ? ഇത് ഉൾപ്പെടുന്ന റോയും കോളവും ബേസ് ചെയ്യും. നമ്മൾ ഇതുകൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്, ഈ റോ കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ റോയും കോളവും ഒഴിവാക്കി ബാക്കി എന്താ വരുന്നത്? 9 മൈനസ് എന്ത് കിട്ടും? 0 പ്ലസ് 0 ഇൻറ്റു മൈനസ് 0 ഇൻറ്റു റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 3 മൈനസ് 5. 3 മൈനസ് 5 ദാറ്റ് ഈസ് 3 പ്ലസ് 5. ഓക്കെ ആണല്ലോ? പ്ലസ് 4 ഇൻറ്റു എന്താ കിട്ടുന്നത്? ഇത് ഉൾപ്പെടുന്ന റോയും കോളവും പോയി കഴിഞ്ഞാൽ 0 മൈനസ് 50. ഓക്കെ, ഇവിടെ നമുക്കൊരു ഗുണമുണ്ട്. ഇതിനിപ്പോ ഇതിന്റെ വാല്യൂ, അകത്തുള്ള വാല്യൂ എന്തോ ആയിക്കോട്ടെ, ഇത് 0 അല്ലേ? ശരിക്കും ഈ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. ഞാൻ ഈ 0 ഇട്ട് ഈ ക്വസ്റ്റ്യൻ തരാനുള്ള കാര്യം തന്നെ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. തൊട്ട് മുൻപുള്ള ക്വസ്റ്റ്യനുമായിട്ട് അല്ലെങ്കിൽ ആ സ്റ്റെപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും ഇത് എഴുതേണ്ട കാര്യമുണ്ടോ? 0 ഇൻറ്റു എന്ന് വന്ന സ്ഥിതിക്ക് നോർമലി ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ ബാക്കിയുള്ളത് എഴുതുക പോലും ചെയ്യണ്ട എന്ന് പറയാൻ നിങ്ങൾ സ്റ്റെപ്പ്, നിങ്ങൾ കാൽക്കുലേഷൻ നടത്തുമ്പോൾ ഇവിടെ ഫസ്റ്റ് 0 ഇൻറ്റു എന്ന് പറയുന്നെങ്കിൽ അവിടെ 0 എന്നും കൊടുത്താൽ മതി. അടുത്ത 0 ഇൻറ്റു വെച്ചാൽ 0 എന്നും കൊടുത്താൽ മതി. പിന്നെ ഈ 4ന്റെ വെച്ച് മാത്രം ചെയ്താൽ മതി. അപ്പൊ ഇവിടെ വെച്ച് തന്നെ ഞാൻ അങ്ങ് പറഞ്ഞേക്കാം കാര്യം. നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ മാക്സിമം നമ്പർ ഓഫ് സീറോസ് വരുന്ന റോ കൊണ്ടോ കോളം കൊണ്ടോ എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്ന് പറഞ്ഞാൽ ഈ ഡിറ്റർമിനന്റ് നമുക്ക് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ തേർഡ് റോ കൊണ്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ സെക്കൻഡ് കോളം കൊണ്ട് ചെയ്യുന്നത്. കാര്യം ഇവിടെ രണ്ടിടത്തും എന്ത് ചെയ്യുന്നുണ്ട്? 2 സീറോസ് വന്നിട്ടുണ്ട്. ആ ഒരു വാല്യൂ വെച്ച് മാത്രം ചെയ്താൽ മതി. സപ്പോസ് ഇവിടെ വേറൊരു നമ്പർ ആണെങ്കിൽ നിങ്ങൾ തേർഡ് റോ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ല, ഇവിടെ ഒരു നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് കോളം ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ ആണല്ലോ? അപ്പൊ മാക്സിമം നമ്പർ ഓഫ് സീറോസ് എന്താണ് പ്രയോജനം? 0 ഇൻറ്റു എന്നുള്ള ആ സീറോസ് വരുന്ന റോ കൊണ്ടോ കോളം കൊണ്ടോ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടേം അങ്ങ് 0 ആയിപ്പോകും. അപ്പൊ പിന്നെ നമുക്ക് അതിനകത്ത് വീണ്ടും ഒരു മൾട്ടിപ്ലിക്കേഷൻ നടത്തി നമുക്ക് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ആ സമയം ഒഴിവാക്കാം. എന്ന് വെച്ചാൽ ആ 0 ഇല്ലാത്ത നോൺ 0 ടേം കൊണ്ട് മാത്രം ചെയ്താൽ ഇവിടെ ശരിക്കും ഇതും എഴുതേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. 4 ഇൻറ്റു എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. കാര്യം ഇത് എന്താണ്? 0 ആണ്. അടുത്തതും എന്ത് തന്നെയാണ്? 0 ആണ്. ഇവിടെ പ്ലസ് 4 ഇൻറ്റു 0 മൈനസ് 15 4 ഇൻറ്റു മൈനസ് 15 മൈനസ് 60. റിസൾട്ട് മൈനസ് 60 എന്ന് കിട്ടും. തൊട്ട് മുമ്പ് നമുക്ക് കിട്ടിയതും എന്ത് തന്നെയാണ്? മൈനസ് 60 അല്ലേ? പിടി കിട്ടുന്നുണ്ടോ? ഓക്കെ, നമുക്ക് മറ്റൊരു കോളം കൊണ്ട് നോക്കാം. അപ്പൊ 0 ഇല്ലാത്ത ഏതെങ്കിലും ഒരു കോളം കൊണ്ട് നോക്കാം. ഇപ്പോ ഞാൻ തേർഡ് കോളം എടുക്കുകയാണ്. തേർഡ് കോളത്തിലാണെങ്കിൽ എല്ലാം നോൺ 0 എലമെന്റ്സ് ആണ്. അപ്പൊ അത് നമ്മൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ സ്റ്റെപ്പുകൾ കൂടുതൽ വേണ്ടി വരും. അപ്പൊ അവിടെ ഡിറ്റർമിന്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? തേർഡ് കോളം കൊണ്ടാണെങ്കിൽ അവിടെ ഓൾറെഡി നമുക്ക് വരുമ്പോ എങ്ങനെയാ? തേർഡ് കോളത്തില് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഈ എലമെന്റ് അതുപോലെ തന്നെ അങ്ങ് എഴുതുക. ദാറ്റ് ഈസ് -1 ഇൻറ്റു ഈ -1 എന്തിന്റെ അല്ല? നമ്മൾ ആദ്യം എഴുതി വരുമ്പോൾ നെഗറ്റീവ് എന്നുള്ളതല്ല, ഇത് ആ നമ്പർ തന്നെയാണ്. അടുത്ത ടേം ആണ് നെഗറ്റീവ് വരുന്നത്. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഇവിടെ നെഗറ്റീവ് വന്ന അടുത്തത് പോസിറ്റീവ് ആണെന്ന് എഴുതി വെക്കരുത്. കാര്യം ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും പിന്നെ ഇവിടെ പോസിറ്റീവും ആണ് വരുന്നത്. ആ പോസിറ്റീവ് വരുന്ന ടേമിന്റെ അവിടെ നെഗറ്റീവ് വാല്യൂ വന്നിട്ടുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ -1 ഇൻറ്റു ഉൾപ്പെടുന്ന റോയും കോളം കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇവിടെ എന്താ കിട്ടുന്നത്? 0 മൈനസ് 0 ആണ്. കാര്യം 5000 ആണ് വരുന്നത്. പ്ലസ് അല്ലല്ലോ, -3 ഇൻറ്റു റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 0 മൈനസ് 0. അടുത്തത് പ്ലസ് 4 ഇൻറ്റു ഇത് ഉൾപ്പെടുന്ന 4 ഉൾപ്പെടുന്ന റോയും കോളവും പോയി കഴിഞ്ഞാൽ ബാക്കി പിന്നെ വരുന്നത് 0 മൈനസ് 15 അല്ലെ?
3 into 5 15 ആണ്. ഈ ടേം ഇത് 0 വരും, അങ്ങനെ 0 ആയി പോവും. ഇവിടെയും 0 വരുന്നുണ്ട്, അത് 0 ആയി പോവും. അപ്പോ പിന്നെ ഇവിടെ 4 into -15 again -60, റിസൾട്ട് -60 തന്നെ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് റോ കൊണ്ട് നോക്കി, തേർഡ് റോ കൊണ്ട് നോക്കി, തേർഡ് കോളം കൊണ്ട് നോക്കി, എങ്ങനെ നോക്കിയപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? സെയിം ആണ്. അപ്പോ ഒരു തേർഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു ഡിറ്റർമിന്റ് വാല്യൂമാണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ 6 രീതിയിൽ ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ കാൽക്കുലേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? മോസ്റ്റ് നമ്പർ ഓഫ് സീറോസ് വരുന്ന റോ കൊണ്ടോ കോളം കൊണ്ടോ എക്സ്പാൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ബെറ്റർ ആയിരിക്കും. നമ്മുടെ കാൽക്കുലേഷന്റെ സ്പീഡ് കൂട്ടുന്നതിന് എന്തായിരിക്കും? ബെറ്റർ ആയിരിക്കും. ഇനി ഏത് റോ കൊണ്ടോ ഏത് കോളം കൊണ്ടോ ചെയ്താലും നമുക്ക് കിട്ടുന്ന വാല്യൂവിന് എന്ത് ചെയ്യത്തില്ല? ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. അപ്പം ഈ ഡിറ്റർമിൻ എന്ന് പറയുന്ന സെക്ഷന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ട ഇത്തരം കാര്യങ്ങളാണ്. പിന്നെ കൂടുതൽ കാര്യങ്ങള് ഇല്ല, അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാനുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ, എന്താണ് ഡിറ്റർമിന്റ്, എങ്ങനെയാണ് ഡിറ്റർമിന്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഞാനിപ്പോ ഫോർത്ത് ഓർഡർ പറയുന്നില്ല. ഫോർത്ത് ഓർഡർ ആണെങ്കിൽ ഇതേ രീതി തന്നെയാണ്. ഫസ്റ്റ് റോ കൊണ്ട് ഇതേ രീതിയിൽ അത് ഉൾപ്പെടുന്ന എന്ത് ചെയ്യുന്നുണ്ട്? റോയും കോളം ഒഴിവാക്കി ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിന്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സെക്കൻഡ് ചെയ്തപ്പോഴും ഇത് തന്നെയായിരുന്നു. അത് ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കി ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിന്റ് തന്നെയാണ് ഇവിടെയും ചെയ്തത്. അപ്പോൾ അവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ കാൽക്കുലേഷൻ കൂടും. അതുകൊണ്ട് ഫോർത്ത് ഓർഡറുമായി ബന്ധപ്പെട്ട ഡിറ്റർമിൻസോ അതിന്റെ കാൽക്കുലേഷനോ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കത്തില്ല. അങ്ങനെ ഡിറ്റർമിന്റ് ഇല്ലാത്തതുകൊണ്ടല്ല, നിങ്ങളുടെ എക്സാമിന് ചോദിക്കത്തില്ല. കാര്യം നിങ്ങൾക്ക് ഒരു മിനിമം ടൈമിൽ നിന്നുകൊണ്ട് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം കുറെ സമയം കൂടുതൽ വേണ്ടി വരും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പ്രൂഫുകളും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നത് തേർഡ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടാണ്. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയി പോകും. തേർഡ് ഓർഡർ ആണെങ്കിൽ നമുക്ക് ആ നമ്മുടെ ലെവലിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണോ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് എങ്ങനെ ഡിറ്റർമിന്റ് കണ്ടുപിടിക്കാൻ കാര്യം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് പിടികിട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസുമായിട്ടും കാര്യമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.